അഗ്നി, അഗ്നി, ആരെന്നെ കെട്ടിയിട്ടത്? ഏതവനാണ് എന്നെ കെട്ടിയിട്ടത്? ഡോക്ടർ, ഡോക്ടർ! ആ, സാർ എഴുന്നേറ്റോ? മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിട്, അതാ നിനക്ക് നല്ലത്. എന്റെ സാറേ, ഇതെന്താ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ? ഒന്നും മിണ്ടാണ്ടിരിക്കും സാറേ. ഡാ, മര്യാദയ്ക്ക് അഴിച്ചു വിടുന്നതാ നിനക്ക് നല്ലത്. വെരി സോറി സാർ. സാറിന് അഴിച്ചു വിടാനുള്ള പെർമിഷൻ എനിക്ക് എന്റെ ബോസ് തന്നിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ബോസ് വരുന്നത് വരെ സാർ ഇവിടെ ഒന്ന് അടങ്ങിയിരിക്കുക. ഇങ്ങനെ നോക്കല്ലേ സാറേ, ഞാൻ പേടിച്ചു പോവും. സാർ, ഡോക്ടർ. ഹാ, ഡോക്ടർ എഴുന്നേറ്റോ? എന്തുറക്കവാ ഡോക്ടറെ ഉറങ്ങി? അഗ്നി, അവനെ എനിക്ക് മാറ്റിയെടുത്തേ പറ്റൂ. അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. എന്താ ഡോക്ടർ ഈ ആലോചിക്കുന്നേ? അഗ്നി എവിടെയാ? എന്താ ഡോക്ടർ ഇത്? ഞാൻ ഇവിടെ ഉള്ളപ്പം ഡോക്ടർ എന്തിനാ അവനെ പറ്റി ചോദിക്കുന്നേ? എനിക്ക് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. അഗ്നി എവിടെയാന്നാ ചോദിച്ചേ? എന്റെ ഡോക്ടറെ, ഇങ്ങനെ ചൂടാവല്ലേ. ഡോക്ടറിന് എന്താ ഇപ്പൊ അഗ്നിയെ കാണാം, അത്രയല്ലേ ഉള്ളൂ. ദേ, അവൻ അവിടെ ഇരിപ്പുണ്ട്. അഗ്നി, താൻ ആരാ? എന്തിനാ ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നേ? ഡോക്ടർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാൻ മൈക്ക്. പിന്നെ നിങ്ങളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അതെന്റെ ബോസ് പറഞ്ഞിട്ടാ. ബോസോ? ആരാ നിന്റെ ബോസ്? ഇങ്ങനെ ധൃതി വെക്കല്ലേ സാറേ. സമയമാകുമ്പോ ബോസ് വന്നോളും. അപ്പോ നിനക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. പിന്നെ ഡോക്ടർ, നമുക്കും ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടണം. തന്നെ ഞാൻ എവിടെയോ? അതെ സാർ, നമ്മൾ തമ്മിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അതും ഹോസ്പിറ്റലിൽ വെച്ച്. നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ? മതി സാർ. സാർ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് എന്താന്നല്ലേ? എനിക്ക് വേണ്ടത് ദേ അവനെയാ. അഗ്നി, അവനെ പിടിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ വന്ന് വീണ രണ്ടാൾക്കാരാ, സാറും പിന്നെ ദേ ഈ ഡോക്ടറും. എന്തായാലും നിങ്ങൾ ഇതിന്റെ ഇടയിൽ പെട്ടത് നന്നായി. അതുകൊണ്ട് എനിക്ക് ഇവന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റി. ഇവനെ അങ്ങ് തീർത്ത് കളഞ്ഞാൽ ഞാൻ സാറിനെ അങ്ങ് വെറുതെ വിട്ടേക്കാം. പിന്നെ സാധാരണ ഞാൻ ആരെയും വെറുതെ വിടാറുള്ള ശീലമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഹരി സാറിന്റെ ഓർഡർ ആയി പോയില്ലേ. ഹരി? അതെ, ഹരി സാർ തന്നെയാ. സാറിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴരുതെന്ന സാറിന്റെ ഓർഡർ. പിന്നെ ഡോക്ടറെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. ആ ആവശ്യം കഴിഞ്ഞാ ഞാൻ ഡോക്ടറിനെ അങ്ങ് വിട്ടേക്കാം. അല്ല ബോസേ, അതെങ്ങനെ ശരിയാവും? അപ്പൊ എന്റെ കാര്യവും?
ഓ, അപ്പൊ ഡോക്ടർ, ഐ എം വെരി സോറി. എന്താണെന്ന് അറിയില്ല, മൈക്കിന് ഡോക്ടറിനെ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ നിങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെടും, അത് കഴിഞ്ഞ് വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഡാ, നിന്നൊന്നും ഞാൻ വെറുതെ വിടില്ല. മര്യാദയ്ക്ക് അഴിച്ചു വിടുന്നതാ നിനക്ക് നല്ലത്. എന്താ സാറേ ഇത്, ഒരുമാതിരി കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്നേ? ദേ, ഹരിസാറ് പറഞ്ഞത് കൊണ്ട് മാത്രമാ ഞാൻ സാറിനെ വെറുതെ വിടുന്നേ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. താൻ ആരാ? എന്തിനാ ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുന്നേ? ഐ എം ഡെയിൻ ജോസഫ്, IU കോസ്മെറ്റിക്സിന്റെ CEO. തനിക്ക് എന്താ വേണ്ടത്? സിമ്പിൾ, ദേ അവനെ. അഗ്നി, അവൻ? അതെ, അഗ്നി തന്നെയാ. അഗ്നി, അവൻ തന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടാ? അവരൊന്നും ചെയ്തില്ല ഡോക്ടറെ, ചെയ്തത് ഈ ഞാനാ. ശിവ സാർ, ആ ബ്ലാസ്റ്റ് നടത്തിയത് ആരാണെന്നല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നേ? കൂടുതൽ അന്വേഷിക്കേണ്ട, അത് ചെയ്തത് ഈ ഞാനാ. എന്തിനാടാ ആ പാവങ്ങളെ നീ ചുട്ടരിച്ചത്? എന്താണെന്ന് അറിയില്ല സാറേ, ആളുകൾ ജീവന് വേണ്ടി കിടന്ന് പിടയുന്നത് കാണാൻ എന്ത് രസാണല്ലേ. പണ്ട് എന്റെ അച്ഛനും അമ്മയും ഞാൻ ഇങ്ങനെയാ കൊന്നത്. ഞാൻ ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് വരികയായിരുന്നു, അതിന്റെ ഇടയിലാ ദേ ഇവൻ കയറി വന്നത്. നീ തെറ്റ് ചെയ്യുന്നവരെല്ലാം ശിക്ഷിക്കാൻ നടക്കുവാണല്ലേ? എന്നാ ഇത് നീ കേട്ടോ, എന്റെ 15-ാം വയസ്സിൽ സ്വന്തം തള്ളേനെയും തന്തേനെയും കൊന്നിട്ടാടാ ഞാൻ ഇവിടെ നിൽക്കുന്നേ. എന്നെ കൊല്ലാൻ വന്നതല്ലേ, പക്ഷേ നിനക്ക് ആള് മാറിപ്പോയി. നീ കളിച്ചത് തീയോടാ. നീ തെറ്റ് ചെയ്യുന്നവരേക്ക് ശിക്ഷിക്കുകയല്ലേ? നിന്റെ മുമ്പിൽ വെച്ച് ഇന്നൊരു തെറ്റ് നടക്കാൻ പോവാ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ നീ അങ്ങ് ചെയ്. മൈക്ക്, ഡോക്ടർ ഇങ്ങനെ പേടിക്കല്ലേ. ഞാൻ പറയുന്നത് പോലെ ഡോക്ടർ ചെയ്താ മതി. സർ, പ്ലീസ്. ഡാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ നീ ഒന്നും ജീവനോടെ കാണില്ല. സാർ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ പൊന്നു സാറേ, സാറിന് ഇതുവരെ കൊണ്ടുവന്നിട്ട് വെറുതെ വിടണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണില്ലേ? ചീഫിന്റെ ഓർഡർ വെച്ചിട്ടല്ലേ നീ ഇന്ന് കളിക്കുന്നേ? നിന്റെ ആ നിരപരാധിയെ എന്റെ കയ്യിലാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹരി, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ ചെയ്ത് കാണിക്കോടാ. കാണിച്ച് തരാം നിനക്ക് ഞാൻ. എക്സ്ക്യൂസ് മീ, ACP ഹരിശങ്കർ? യെസ്. ഹായ് സർ, ഐ എം ഡെയിൻ ജോസഫ്. ഓക്കെ, അല്ല തനിക്ക് എന്താ വേണ്ടേ? സാർ ഇപ്പൊ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ സാർ? മനസ്സിലായില്ല. അഗ്നി. അഗ്നി? അവനെ തനിക്ക് എങ്ങനെ അറിയാം? അവനെ ഒറ്റ ഒരാൾ കാരണം സാർ എന്റെ ജീവിതം ഇങ്ങനെയായത്. സാറിന് അറിയാലോ, ആ ബ്ലാസ്റ്റ് നടത്തിയതിന്റെ എല്ലാ എവിഡൻസും അവനെതിരെയാ. എന്നിട്ടും അവൻ സുഖമായിട്ട് ആ ഹോസ്പിറ്റലിൽ കഴിയുന്നേ. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പുറത്തിറക്കണം സാർ. അതിന് ഞാൻ സാറിനെ സഹായിക്കാം. താൻ എന്താടോ ഈ പറയുന്നേ? സാർ, ശിവസാറിനോട് സാറ് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ,
സാറിനെ ഞാൻ സഹായിക്കാം. ഓ, അപ്പൊ താൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പേരും പറഞ്ഞ് എനിക്ക് തന്നെ അകത്തിടാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല. തൽക്കാലം എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. ശരിയാ സാർ, ഞാൻ സാറിനെ ഫോളോ ചെയ്തു. ഒരു പോലീസ് ഓഫീസർ അത്ര പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് സാർ ഒന്ന് കേൾക്കണം. അത് കഴിഞ്ഞ് സാറിന് തീരുമാനിക്കാം സാറിന് എന്നെ സഹായിക്കണോ വേണ്ടയോ എന്ന്. സർ, ദിസ് ഈസ് മൈ വൈഫ് ഐറിൻ. 12 വർഷത്തെ പ്രണയമായിരുന്നു സാർ. ജീവനായിരുന്നു എനിക്ക് അവളെ. വീട്ടുകാരെയെല്ലാം എതിർത്ത് ഞങ്ങൾ വിവാഹം കഴിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചത്. പക്ഷെ അത് നശിച്ച ദിവസം എന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വർക്ക് കഴിഞ്ഞ് അവളെ വീട്ടിലോട്ട് വരികയായിരുന്നു. കമ്പനിയിൽ ഞാൻ ബിസി ആയതുകൊണ്ട് അവരുടെ അടുത്ത് ഞാൻ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അന്നാണ് സാർ ആ ബ്ലാസ്റ്റ് ഉണ്ടായത്. ആ ബ്ലാസ്റ്റ് നടന്ന ബസ്സിൽ എന്റെ ഭാര്യ ഐറിൻ. അത്രയും സ്നേഹിച്ച ഒരാളെ ഒരു പിടി ചാരമായിട്ടാ ഞാൻ പിന്നീട് കാണുന്നത്. പക്ഷെ അതിലും വേദനിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു സാർ. അവള് 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു സാർ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ഭാര്യയാണ് അവൻ. എനിക്ക് വേണം സാർ അവനെ. അതിനുവേണ്ടി സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. പ്ലീസ് സാർ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കുക സാർ. എടോ, തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ട്. അറിയാം സാർ, കോടതിയും നിയമവും എല്ലാം ഉണ്ട്. പക്ഷേ ആ ശിക്ഷയൊന്നും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരില്ലല്ലോ സാർ. എനിക്ക് വേണം സാർ അവനെ. സാറിനെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്കറിയാം. സാർ പ്ലീസ്, സാറിന് വേണമെങ്കിൽ എന്റെ മുഴുവൻ സ്വത്തുക്കളും ഞാൻ സാറിന് തരാം. അവനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പുറത്തിറക്കി തന്നാ മതി. ഡോ, ഞാനൊരു പോലീസ് ഓഫീസറാണ്, അതുകൂടെ താൻ ഓർക്കണം. അറിയാം സാർ, അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത്. സാർ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണ്ട. നല്ലതുപോലെ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇതാണ് എന്റെ കാർഡ്. എന്ത് തീരുമാനമായാലും സാറെ ഒന്ന് വിളിക്കണം. ഞാൻ എന്താ ചെയ്യാ എന്റെ ദൈവമേ? ആ ഒരു ഒറ്റ കുഞ്ഞ് മാത്രല്ലല്ലോ, എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാ അവൻ എടുത്തത്. കോടതി കൂടിപ്പോയാ അവന് ജീവിതകാലം മുഴുവനും ജയിലിലിടാൻ തീരുമാനിക്കും. പക്ഷെ അവിടെയും അവ സുഖിക്കുകയല്ലേ. ഒരു പോലീസ് ഓഫീസറിന് തെളിവ് നശിപ്പിക്കാനാണോ പാട്? എന്തായാലും അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹലോ ഡെയ്ൻ. അതിനുശേഷം എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു. ഇവനെ ഇറക്കാൻ ഹരി സാറ് തന്നെയാ നിങ്ങളുടെ ചീഫിന്റെ കയ്യിൽ നിന്ന് ഓർഡർ ക്യാൻസൽ ആക്കിയത്. പിന്നെ ആ ആക്സിഡന്റ് നടത്താൻ സഹായിച്ചതും ഹരി സാറ് തന്നെയാ. ഇല്ല എന്റെ ഹരി, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ശരിയാ, ഹരി സാർ അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊരു പാവ. പക്ഷേ ഹരി സാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് ഞാനാ. പാവം ഹരി സാറ് എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചു പോവും. ഞാൻ പറഞ്ഞ കള്ളക്കഥയും ആ പാവം അങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? എനിക്കിവനെ നേരിട്ട് കിട്ടിയല്ലോ. മൈക്ക്, പെട്ടെന്ന് തീർത്തിട്ട് വാടാ. അഗ്നി, നീ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവനല്ലേ? കണ്ടോ, കണ്ണ് തുറന്ന് നീ കണ്ടോ? പ്ലീസ് നോ.
മൈക്ക് ഡാ മൈക്ക് ഏതവനാടാ അത്? ഹരി സർ, സാർ സാർ അത് കണ്ടോ? ഇവനെ ആരോ മോനെ, നീ എന്താ കരുതിയത്? നിന്റെ കുളത്തിനകത്ത് ആടുന്ന ഒരു പാവയാണ് ഞാനെന്നോ? നീ എന്താ കരുതിയേ? കുറെ കള്ളക്കഥകൾ കൊണ്ടുവന്നാ ഞാനങ്ങ് വിശ്വസിച്ച് നിന്റെ പുറകെ നടക്കുവന്നോ? നിന്റെ അടിവേര് സഹിതം അറിഞ്ഞിട്ടാടാ നിന്റെ കൂത്തിനകത്ത് ഞാൻ കളിച്ചത്. നീ ഒരടി നീ അനങ്ങിയ ഈ ബുള്ളറ്റ് എല്ലാം നിന്റെ നെഞ്ചത്തിരിക്കും. പിന്നെ ഡോക്ടർ, സോറി, ഞങ്ങളുടെ പ്ലാനിൽ ഡോക്ടർ ഇല്ലായിരുന്നു. ഇവൻ ഡോക്ടർ ഇതിൽ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളോ? ഓ സോറി, ഡോക്ടർ കൺഫ്യൂസ്ഡ് ആവണ്ട. ഞങ്ങളൊന്ന് ഉദ്ദേശിച്ചത് ഞാനും പിന്നെ ശിവയോ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചായിരുന്നു. അല്ല, മെഡിസിൻസ് അല്ലേ, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ശരി, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഒരു തേങ്ങയില്ല, എല്ലാം അവന്റെ അഭിനയായിരിക്കും. നീയല്ലേ പറഞ്ഞത് അന്ന് അവനെ നമ്മൾ പിടിച്ചെടുത്ത് അവനെതിരെയായിരുന്നു എല്ലാ തെളിവെന്നും? പിന്നെ എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നേ? അത് ശരിയാ, തെളിവുകളെല്ലാം അവനെതിരെ തന്നെയായിരുന്നു. പക്ഷേ അത് ആരെങ്കിലും അവനെ പിടിച്ച ട്രാപ്പ് ആണെങ്കിലോ? ശിവ, നീ എന്താ ഈ പറയുന്നേ? അതെ ഹരി, ഐ തിങ്ക് ഹീസ് ഇന്നസെന്റ്. കാരണം ഞാൻ അവന്റെ ക്രിമിനൽ റെക്കോർഡ്സ് പരിശോധിച്ചു, ഒരു പെറ്റി കേസ് പോലും അവന്റെ പേരിലില്ല. ആ സ്ഥിതിക്ക് എനിക്ക് അവനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ശിക്ഷയും ബാക്കി കാര്യങ്ങളും. എന്തെങ്കിലും ഒരു കാര്യം കാണും, ഒന്നുമില്ലാണ്ട് ശിവ ഇങ്ങനെ പറയില്ല. ഹലോ ശിവ. ഹരി, എന്താടാ? ഞാൻ ഡിസ്ചാർജ് ആയി, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡിസ്ചാർജ് ആയെന്നോ? അല്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ ആവുമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ശരി തന്നെയാ. ഞാനിന്ന് രാവിലെ ഡോക്ടറിന്റെ കാല് പിടിച്ചു, പിന്നെ നമ്മുടെ കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നീ ഇന്നലെ അഗ്നിയെ കുറിച്ച് പറഞ്ഞില്ലേ? ഞാൻ ഒരുപാട് ആലോചിച്ചു. നീ പറഞ്ഞതില് എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നി. അതാ ഇന്നത്തെ ഡിസ്ചാർജിന്റെ കാരണം. എന്തായാലും നീ ഹോസ്പിറ്റലിൽ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ ശിവ, എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്ത് പറ്റി? ഹരി, നീ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും നീ ഇങ്ങോട്ട് വരുമ്പോ എന്റെ അടുത്ത് കുറച്ച് ഹാർഷായിട്ട് പെരുമാറണം. ഹാർഷായിട്ടോ? എന്തിന്? അതൊക്കെയുണ്ട്, ഞാൻ നിനക്ക് പിന്നീട് അത് വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നീ വരുമ്പോ ഞാൻ അഗ്നി ഹോസ്പിറ്റലിൽ നടത്തുന്നത് നിനക്ക് തികച്ചും ഇഷ്ടമല്ലാത്ത രീതിയിൽ വേണം നീ എന്നോട് പെരുമാറാൻ. അതായത് ഞാൻ അഗ്നിയെ പറ്റി ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അപ്പൊ നീ പെരുമാറിയില്ലേ, അതുപോലെ വേണം നീ എൻ്റെ അടുത്ത് ഇങ്ങ് വരുമ്പോ പെരുമാറാൻ. എന്താടാ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം? അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നമുണ്ട്. നീ എന്തായാലും വാ, ബാക്കിയൊക്കെ ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ശരി.
കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ശിവ, ആ ഹരി, നീ 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ട് ഇന്നേ ഡിസ്ചാർജ് ആയോ? എന്താടാ, എന്താ മുഖം അല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടാ, നീ എന്താ കഴിയത്? അവനെ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് തീറ്റി പറ്റി വളർത്താണോ? ഹരി, നിനക്ക് എന്താ പറ്റിയത്? എനിക്കല്ല പറ്റിയത്, നിനക്കാ. ശിവ, ഞാനൊരു കാര്യം പറയാം. അവന്റെ ഇവിടുത്തെ സുഖവാസമൊക്കെ മതി. മര്യാദയ്ക്ക് അവനെ ഇറക്കിക്കൊണ്ട് വരുന്നതാണ് നല്ലത്. ഹരി, നീ എന്താ ഈ പറയുന്നേ? ഞാൻ നിനക്ക് നേരത്തെ പറഞ്ഞതല്ലേ അവൻ എന്താ നല്ലത്? മിണ്ടാതെ നീ. എവിടെയെങ്കിലും അവനെതിരാ. ഇതിനു മുമ്പ് അവൻ തത്തു മറിക്കേണ്ട സമയം കഴിഞ്ഞു. നീ ഒറ്റ ഒരാളാ ഇവനെ തീറ്റി പറ്റി വളർത്തുന്നത്. അതോ ഇതെല്ലാം ചെയ്തത് ഇനി നിന്നെ അവരോട് പോയാണോ? ഹരി, നീ എന്താ പറയുന്നത്? ബോധമുണ്ടോ നിനക്ക്? എന്താ നല്ല ബോധത്തോട് കൂടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. മര്യാദയ്ക്ക് നീ അവനെ പുറത്ത് വിടുന്നു, അത് ഞാൻ വലിച്ചെറിക്കൊണ്ട് വരണം. ഹരി, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. ഇത്രയും നാൾ മനസ്സിലാക്കി മതിയാക്കി. നീ മര്യാദയ്ക്ക് അവനെ പുറത്ത് വിടും. ഇല്ല, അവൻ ഇപ്പോഴും എന്റെ മുന്നിൽ നിരപരാധി തന്നെയാണ്. അപ്പോൾ ഞാനിത് ചെയ്തെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നിടത്തോളം കാലം അവൻ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ടാവും. എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ഞാൻ ശിക്ഷിക്കാൻ അനുവദിക്കില്ല. ചീഫിന്റെ ഓർഡർ വെച്ചിട്ടല്ലേ നീ ഇന്നെ കളിക്കുന്നത്? നിന്റെ നിരപരാധിയെ എന്റെ കയ്യിലാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹരി, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്ത് കാണിക്കടാ. കാണിച്ച് തരാൻ നിനക്ക് ഞാൻ. ശിവ, മതിയാടാ, കലക്കിയിട്ടുണ്ട്. ഇനി തിരിഞ്ഞു നോക്കാണ്ട് മൂത്ത് വിട്ടോ. ആ ശിവ, കേറി വാ. നീ ഊഹിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ള ക്ലേശ് കഴിഞ്ഞ ശേഷം ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. ഒരു മിസ്റ്റർ ഡെയിൻ ജോസഫ്, അയ്യ കോസ്മെറ്റിക്സിന്റെ ഓണറാ. പിന്നെ അയാളുടെ കാർഡും തന്നു. അപ്പോ അയാളുടെ വൈഫ് മരിച്ചതാണ് അഗ്നിയെ ഫോളോ ചെയ്യാനുള്ള അയാളുടെ കാരണം അല്ലേ? അതാവാനാണ് സാധ്യത. അയാളുടെ പറച്ചിലിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതാവാൻ ചാൻസ് ഇല്ല ഹരി. അങ്ങനെയാണെങ്കിൽ എത്രയോ ബ്ലാസ്റ്റ് നടന്നു. അതിലുള്ള ആൾക്കാർക്ക് റിവെഞ്ച് എടുക്കാൻ വരേണ്ടതല്ലേ? പിന്നെന്താ ഇവൻ മാത്രം? എന്താ ശിവനെ ഉദ്ദേശിക്കുന്നേ? എന്തോ അവന്റെ മോട്ടീവ് ആ ബ്ലാസ്റ്റ് അല്ലാന്നോ തോന്നുന്നേ. വേറെ എന്തോ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്, നാളെ ഭദ്രയുടെ ഓഫീസ് വരെ ഒന്ന് പോ. അതിനുശേഷം അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഒരു കാര്യം, തൽക്കാലം നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട്സ് അത് കുറയ്ക്കാം. അവന്റെ മുന്നിൽ നമ്മളിപ്പോൾ ശത്രുക്കളല്ലേ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശിവ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് അവൻ ആരാന്ന് എനിക്ക് അറിയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്ത് എല്ലാം വിശദമായിട്ട് പറയാം. അല്ല, ശിവേട്ടനെന്തേ? അവനൊന്നും വന്നിട്ടില്ല. ഒരു കേസിന്റെ പിന്നാലെ നടക്കുക. സോ ഞാൻ അപ്പോ ഒറ്റയ്ക്കാണോ ഹരിയേട്ടൻ വന്നത്? ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കൊരു ഹെൽപ്പ് വേണം നിന്റെ. എന്താ ഹരിയേട്ടാ? ഈ ഫയലിൽ ഒരാളെ കുറിച്ച് എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് പോരാ. ആളുടെ അടിപേര് സഹിതം എനിക്കറിയണം. സോ അതൊന്നും നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അതിനെന്താ, ഞാൻ ഒപ്പിക്കാം. പക്ഷേ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തായി? ഹരിയേട്ടാ, ഏട്ടന് തന്ന ഫയൽസിലെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. ഹലോ ശിവ.